അത് ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല മറ്റേ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്തു, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ എന്തായാലും, അതാണ് റിയാലിറ്റി. നമ്മൾ അത് ആലോചിച്ചിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിനുള്ളത് നോക്കുക. കാരണം ഇതൊന്നും അല്ലല്ലോ. എനിക്ക് ഈ 670 എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വന്ന മിസ്റ്റേക്സ് അധികം സില്ലി മിസ്റ്റേക്സ് ആണ്. അങ്ങനെ ഒരു അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് തെറ്റ് വന്നിട്ടില്ല, മെയിനായിട്ട് സില്ലി മിസ്റ്റേക്സ് തന്നെ വന്നത്. അപ്പോൾ അതും കൂടി കുറക്കാനുള്ളൊരു അവസരമായി കണ്ട് അതിനെ കാണണമെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. കാരണം അതിലേറെ എനിക്ക് കിട്ടുമായിരുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ ഓക്കെ. ഞാൻ 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് തന്നെയാണ് പഠിച്ചത്. ഫുൾ എ പ്ലസ് ഒക്കെ ആയിരുന്നു. ഫുൾ എ പ്ലസ് തന്നെ. പിന്നെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് കണ്ടന്റ് ഒന്നും കൂടി വാസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കുറേ പഠിക്കാണ്ട്. MCQ എക്സാം എന്ന് പറയുമ്പം ഇൻ്റഗ്രേറ്റഡ് വരുമ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമ്മൾ സാധാ ബോർഡ് എക്സാം +1 +2 പഠിച്ചതിനെക്കാട്ടി ഒന്നും കൂടി വേറെ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുക്കും സ്റ്റെപ്പായിട്ട്. ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈമിന് കിട്ടേണ്ട സാധനങ്ങൾ അത് കറക്റ്റ് ടൈമിന് കിട്ടുമ്പോൾ അതാണ് നമ്മളെ വർക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യണം. അതിൽ ഇവിടെ എനിക്ക് തോന്നിയത് കാരണം ഏകദേശം എല്ലാ സംഭവങ്ങളും ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ഹണ്ട് ആണെങ്കിലും ഇപ്പോൾ മിഷൻ NCERT ഒക്കെ നല്ല ഒരു രസമുള്ള പരിപാടിയാണ്. യുദ്ധമായിരുന്നു. ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ കഴിഞ്ഞ വർഷം ഈ റീനീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ 9 പേർക്കാണ് നമ്മൾ കട്ട് ഓഫിൻ്റെ മുകളിൽ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 6 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ 6 കുട്ടികളാണ്. അവരോട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും എങ്ങനെയാണ്, പ്രത്യേകിച്ച് എത്രത്തോളം ഹാർഡ് വർക്കാണ് ഇതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്, എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ നീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി റീനീറ്റ് എക്സാം ഒക്കെ വന്നു അല്ലേ. ഒരു എക്സാം കഴിഞ്ഞു വീണ്ടും റീനീറ്റ് വന്നു. അപ്പോൾ ശരിക്കും ഫസ്റ്റ് നീറ്റ് എക്സാമിൽ ഷെയാനൊക്കെ 670 അല്ലേ, 670 മാർക്കുണ്ട്. ബഹൗദ്ദീൻ എത്ര മാർക്കായിരുന്നു? 550. 640 640. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർക്കുള്ളവരുണ്ട്. അപ്പം ഇവിടെ ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരാൾക്ക് നല്ല മാർക്കെന്ന് കുറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ബഹൗദ്ദീൻ്റെ കേസിൽ കുറഞ്ഞ മാർക്കെന്ന് കൂടിയിരിക്കുകയാണ് അല്ലേ. 2 പേരുടെ ഒരു വിശേഷം എങ്ങനെയാണ് ആ ടൈമിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷാന് 670 650 ആയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല മറ്റേ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്തു, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ എന്തായാലും, അതാണ് റിയാലിറ്റി. അപ്പം നമ്മൾ അത് ആലോചിച്ചിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിനുള്ളത് നോക്കുക. കാരണം ഇതൊന്നും അല്ലല്ലോ, നമ്മൾ എത്രയോ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെ ഒരു പാർട്ടായി കണ്ടാണ് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനീഷ്യലി 2-3 ദിവസം നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇങ്ങനെ നല്ലൊരു അടിച്ചുപൊളി റിലാക്സ് മൂഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, പിന്നെ അത് ഫിലിംസ്, പിന്നെ വേൾഡ് കപ്പില്ല പിന്നെ ഫുള്ള് ഇങ്ങനെ. വേൾഡ് കപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നോ? വേൾഡ് കപ്പ് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നെ വെറുതെ ആയിക്കോട്ടെ ബാക്കി അതിലെങ്ങനെ ഫുള്ള് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങനെ നടക്കായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ന്യൂസ് വന്നത്. ഫ്രസ്ട്രേറ്റഡ് ആയി ഭയങ്കര. നല്ല ഫ്രസ്ട്രേറ്റഡ്. എത്ര സമയം വെച്ചാൽ അന്നൊരു രാത്രിയൊക്കെ നല്ല. എങ്ങനെ ഓവർകം ചെയ്തു? അന്ന് എന്നോട് പാരന്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. പാരന്റ്സിന്റെ ഭാഗത്തുനിന്നാണ്, മെന്റേഴ്സിന്റെ ഭാഗത്തുനിന്നും കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഈ 670 എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വന്ന മിസ്റ്റേക്സ് അധികം സില്ലി മിസ്റ്റേക്സ് ആണ്. അങ്ങനെ ഒരു അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് തെറ്റ് വന്നിട്ടില്ല, മെയിനായിട്ട് സില്ലി മിസ്റ്റേക്സ് തന്നെ വന്നത്. അപ്പോൾ അതും കൂടി കുറക്കാനുള്ളൊരു അവസരമായി കണ്ട് അതിനെ കാണണമെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. കാരണം അതിലേറെ എനിക്ക് കിട്ടുമായിരുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ ഓക്കെ. ഇപ്പം മാർക്ക് കുറച്ച് കുറവാണ്, ഞാൻ അതിലേക്ക് വരാം. എൻ്റെ മുന്നേ ബഹൗദ്ദീൻ നേരെ ഉൾട്ടാണ്. ബഹൗദ്ദീന് 685, ഇപ്പം 610 സ്കോർ അല്ലേ. സോറി 585 610. അത് ആദ്യത്തെ എക്സാം എഴുതുന്ന സമയത്ത് 585 മാർക്ക്. ഇപ്പോൾ റീനീറ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് 610 മാർക്ക്. സ്കോറിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു. എങ്ങനെ ആ സാധനത്തിനൊന്നു യൂസ് ചെയ്തത്, അതിനൊരു അവസരമാക്കി മാറ്റിയത് എങ്ങനെയാണ്? അവസരമാക്കി റീനീറ്റ് പറഞ്ഞപ്പോ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പൊ പിന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യണ പോലെ അപ്പോഴും പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുത്തില്ല, കിട്ടണമെന്നൊന്നും വാശി പിടിച്ചില്ല. ലാസ്റ്റ് എക്സാം എഴുതി
മാഷാഅല്ലാ കിട്ടി. എങ്ങനെയായിരുന്നു ദാഹിൻ ഫിറോസിന്റെ ഒരു ഇപ്പോഴത്തെ മാർക്ക് എത്ര? 590. 590. ഫൈൻ. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഈ റീനീറ്റ് ഒക്കെ അറിഞ്ഞ സമയത്ത്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നീറ്റിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലേ? 640 എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അവിടുന്ന് 590 വരാണ്. എങ്ങനെയായിരുന്നു ആ സമയം? ആദ്യം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, പിന്നെ അതിന് കോപ്പപ്പ് ചെയ്തു, പിന്നെ ശരി. ടെൻഷൻ ഉണ്ടായിരുന്നോ ആ സമയത്ത്? നല്ല മാർക്ക് കിട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉറപ്പിച്ച സമയമാണ്. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ശരിയായിരുന്നു. പ്രോസസ്സിൽ വിശ്വസിച്ചു, പണിയെടുത്തു അല്ലേ? ഓക്കെ. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ കുറച്ചും കൂടിയൊക്കെ എന്താ സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ആളാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനിയിപ്പോൾ സീരിയസ് ആയി പഠിച്ചവരാണ് എങ്കിലും കുറച്ചും കൂടി അതിൻ്റെ രീതിയിൽ മാറ്റല്ലേ പ്ലസ് 1ലേക്ക് വരുമ്പോൾ? അപ്പോൾ നേരെ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഈ ആ പഠനത്തിൻ്റെ ശൈലിയും ഈ പഠനത്തിൻ്റെ ഒരു സ്റ്റൈലും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പറഞ്ഞു, ആർക്കും പറയാം. ഒന്നാമത് 10ാം ക്ലാസ് നമ്മൾ പ്ലസ് 1 പ്ലസ് 2 തമ്മിൽ ആകെയുള്ള ബന്ധം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ച് അക്വയർ ചെയ്ത് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ 10ാം ക്ലാസ് നമ്മൾ പഠിച്ച കണ്ടന്റോ അതിന് മുന്നേ പഠിച്ച ഒരു കാര്യം നമുക്ക് പ്ലസ് 1 പ്ലസ് 2 അങ്ങനെ ആവശ്യം വരുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം വേണ്ട എന്താ വെച്ചാൽ ബേസിക് വെച്ചാൽ ഈക്വൽ ടുന്റെ അപ്പുറത്തുനിന്ന് എടുക്കുമ്പോൾ മൈനസ് പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് അറിഞ്ഞിരിക്കാന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഇവിടുന്ന് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ തന്നെ ഒരു ലോകമാണോ? വേറെ തന്നെ വെച്ചാല് വേറൊരു ഫേസ് ആണ്. അവിടെ വേറെ തന്നെ കാണാം. നമ്മളെ ക്യാരക്ടർ തന്നെ മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 10 നമ്മൾ എത്ര ഫുൾ എ പ്ലസ് ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നമ്മൾ രണ്ടാമത്തെ ഒരു ഫേസ് എന്ന രീതിയിൽ ആദ്യം മുതൽ പഠിക്കാൻ തുടങ്ങി തന്നെ നമുക്ക്. നിഹാലിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നല്ല ടോപ്പേഴ്സ്, നീറ്റ് JEE എക്സാമിൽ ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് 9 പേരെ ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് അനുസരിച്ച് നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് തന്നെയാണ്. നിഹാലിനൊരു വിശേഷം. നിഹാലിന് വേറൊന്നുമല്ല, നിഹാൽ നീറ്റിലും 610 മാർക്ക് വാങ്ങി നീറ്റ് എക്സാമിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു ഉറപ്പിച്ച കുട്ടിയാണ്. ഒപ്പം JEE മെയിൻസും അഡ്വാൻസും ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ബാക്കി ഏതെങ്കിലും എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നോ? സാറ്റും കീമും ക്ലിയർ എന്ന് പറഞ്ഞാൽ എഴുതിയ എല്ലാ എക്സാമും ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പ്ലസ് 1 പ്ലസ് 2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് മെച്ചം? നിങ്ങൾക്ക് തോന്നിയ മെച്ചം എന്തൊക്കെയാണ്? ഈ നമ്മുടെ ആദ്യം പറഞ്ഞു വെച്ചതിൻ്റെ ഒരു തുടർച്ച കൂടി എന്തൊക്കെയാണ് മാറ്റങ്ങൾ, നോക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? മാറ്റങ്ങൾ, ഞാൻ 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് തന്നെയാണ് പഠിച്ചത്. ഫുൾ എ പ്ലസ് ഒക്കെ ആയിരുന്നു. ഫുൾ എ പ്ലസ് ആയിരുന്നു. പിന്നെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് കണ്ടന്റ് ഒന്നും കൂടി വാസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കുറേ പഠിക്കാണ്ട്. 10ാം ക്ലാസ് പഠിച്ചതിനേമാതിരി ഇപ്പം 10ാം ക്ലാസ് ടോപ്പർ ആവാൻ വലിയ സംഭവം ഒന്നുമല്ല. എക്സാമിൻ്റെ തലേന്നൊക്കെ കണ്ടെടുത്ത് തട്ടിക്കൂട്ടി വായിച്ചാൽ തന്നെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ കഴിയും. സ്കോർ ചെയ്യാൻ പറ്റും. യെസ്, ബട്ട് MCQ എക്സാം എന്ന് പറയുമ്പം ഇൻ്റഗ്രേറ്റഡ് വരുമ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു ട്രെയിനിങ് തന്നെ വേറെ തന്നെയാണ്. നമ്മൾ സാധാ ബോർഡ് എക്സാം പ്ലസ് 1 പ്ലസ് 2 പഠിച്ചതിനെ കാട്ടി ഒന്നും കൂടിയും വേറെ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസം ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. MCQ പറഞ്ഞാൽ വേറെ സാധനം തന്നെയാണ്. ഇപ്പം MCQ ചെയ്യുന്നവർക്ക് ഇപ്പം ഈവൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമൊക്കെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ വേറെ ബുദ്ധിമുട്ട്. അത് രണ്ടും വേറെ വേറെ സാധനം തന്നെയാണ്. ഇടയ്ക്ക് ചോദിക്കുക, എങ്ങനെയായിരുന്നു പ്ലസ് 2ന്റെ മാർക്ക്? A+, ഫുൾ എ അതെ, ഫുൾ എ പ്ലസ് ആയിരുന്നു. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? പെർസെൻറ്റേജ് അറിയില്ല, എന്നാലും ഏകദേശം 98 സംതിങ്. ഞാൻ ചോദിക്കാനൊരു കാര്യമുണ്ട്. പല കുട്ടികളും പറയാറുണ്ട് ഈ എന്താ പറയുക, നീറ്റിന് വേണ്ടിയിട്ടോ JEEക്ക് വേണ്ടിയിട്ടോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് എക്സാമിൽ മാർക്ക് കുറയുന്നുള്ളത്. ഇതിൻ്റെ ഒരു എങ്ങനെ ആ ഒരു സാധനത്തിന് എങ്ങനെ കാണുന്നത്? ഞാനിപ്പോൾ പറഞ്ഞ ആ പോയിന്റിനെ. അത് ഒരിക്കലും അങ്ങനെ വരും തോന്നുന്നില്ല. സംഭവിക്കില്ല അല്ലേ? ഇല്ലല്ല. ഇപ്പം പബ്ലിക് എക്സാമിന് പറയുമ്പം പബ്ലിക് എക്സാമിന് പഠിച്ചിട്ട് തന്നെയാണല്ലോ നീറ്റിനും പഠിക്കണത്. ഒന്നും കൂടി ഹെവി ആയിട്ട് പഠിക്കണമെന്നുള്ളൂ. ഈവൻ പബ്ലിക് എക്സാമിന് ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പം അത് അപ്ലൈ ചെയ്യാനും കൂടി നമുക്ക് അറിയാവുന്നതാണ്. അപ്പം എപ്പോഴാണോ പബ്ലിക് എക്സാം ഹാർഡ് ആവണേ അപ്പോൾ നമ്മൾ സ്കോർ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈവൻ ഒരേ സാധനം തന്നെയാണല്ലോ. ഒന്നും കൂടി കയറ്റി പഠിക്കാനുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പഠിച്ചാൽ ഒന്നും കൂടി കയറ്റി പഠിക്കാൻ തന്നെയല്ലേ ഉള്ളൂ. ഒന്നും കൂടി വേർത്തൊക്കെ അറിയും 2 ഇയർ പഠിക്കുമ്പോൾ, ഇൻ്റഗ്രേറ്റഡ് ആയി പഠിക്കുമ്പോൾ, സാധാ പഠിക്കുന്നതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ അതിലേക്ക് വരുന്നതിന് മുന്നേ ഷാമിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. JEE അഡ്വാൻസ് ക്ലിയർ ചെയ്തു, മെയിൻസ് കഴിഞ്ഞു, ആൻഡ് നീറ്റ് കീം ഗുജറാറ്റ് ഒക്കെ അടിച്ചു. എങ്ങോട്ടാ ഇനി ലൈഫ്? എന്താ വിചാരിക്കണം? ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു അല്ലേ അന്ന് നമ്മൾ കണ്ട സമയത്തൊക്കെ? അന്ന് കട്ട് ഓഫിന്റെ പറ്റി വലിയൊരു പലയിടത്തും പലതാ കണ്ടത്. കട്ട് ഓഫ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. ഇപ്പൊ എന്ത് തെരഞ്ഞെടുത്തു? MBBS ആണ്. ഡോക്ടർ ആവും? ഓ, ഓക്കെ, ഗുഡ്. ഇനി ഇതിലൊരു ഒറ്റയാനുണ്ട്. ഞങ്ങൾ 6 പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ 7 പേര് ഇരിക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ കൂടി നമുക്കുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് നമ്മുടെ JEE ബാച്ചിൽ നിന്ന്
ഓൾ കേരള കീം എക്സാമിനകത്ത് 92ാമത്തെ റാങ്കും ഗുസാറ്റ് എക്സാമിലും ഡബിൾ ഡിജിറ്റ് 28ാമത്തെ റാങ്ക് അല്ലേ, 28ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ, അതുപോലെ ജെയ് മെയിൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പം NIT-യിലേക്ക് അഡ്മിഷൻ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നു ബ്രാഞ്ച്? ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് ഉറപ്പിച്ച ഒരു എഞ്ചിനീയർ കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം. ആൻഡ് എങ്ങനെയാണ് ഹിഷാം പ്രിപ്പറേഷൻ സമയത്ത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിങ്ങിന് +1 +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ? +1 ഫിസിക്സും കെമിസ്ട്രിയും ഫോക്കസ് ചെയ്താണ്. +2 മാത്സ് +2 നോക്കുക, +1-ൻ്റെയും +2-ൻ്റെയും കൂടെ മാത്സ് അവിടെ നോക്കുക എന്നാണോ? ജെയിൻ്റെ മാത്സ്. അപ്പോൾ ഈ മാത്സ് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ജെയ് 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കുറച്ചുകൂടി അലസമായിട്ട് പൊതുവെ പഠിക്കുന്ന കുട്ടികൾ, അപ്പം ഇഷാമ കുറച്ചുകൂടി നന്നായി തീവ്രമായി പഠിച്ച ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി അത്ര പ്രോബ്ലം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇഷാം തന്നെ 10ാം ക്ലാസ്സിൽ എത്ര പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവും ഒരു ചാപ്റ്ററിന്? പ്രോബ്ലം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരാൾ ജെയ് പോലുള്ള ഒരു തീവ്രമായിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ആ ഇനീഷ്യലി തന്നെ നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തുടങ്ങുക, സ്റ്റെപ്പായിട്ട്. ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ ഇത് ചെയ്തിരുന്നു തുടക്കത്തിൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ അത് പിന്നെ പറഞ്ഞു, പിന്നെ സാധാരണ പോയാൽ മതി. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യല്ലേ, ഇപ്പോൾ ലൈക്ക് മൊമെന്റം MV കൊടുക്കുക, V കാണുക, M കാണുക, P തന്നു, V തന്നു, കോഡ് ബ്ലൂ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുക. അല്ല, ഞാൻ ജനറലി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമ്പറൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു ഹിഷാം പ്രത്യേകിച്ച് പിന്നെ ജെയ് എക്സാം എഴുതുന്ന സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ഹോസ്റ്റൽ സംവിധാനത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയ സമയത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രത്യേകിച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്തൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തത്? കോർഡിനേറ്റേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്തു. ഷാഹിദ് സാറ്, ഫസ്റ്റ് ഡാൻസ്, ഒരു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അവരോട് സംസാരിക്കുമായിരുന്നു. ദെൻ പിന്നെ എങ്ങനെയാ മൈൻഡിനൊന്ന് കീപ്പെടുത്തി വീണ്ടും ഈ അക്കാഡമിക്സിലേക്ക് തന്നെ വരുന്നത്? പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും വരലില്ല. പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒന്നും പെട്ടെന്ന് തലയ്ക്ക് വരലില്ല എന്നാ? അതിൽ പഠിക്കുന്ന സമയത്ത് ഐസൊലേറ്റ് ആയിട്ട് പഠനം തന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ. നേരത്തെ ആദ്യം സംസാരിച്ചപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. പക്ഷേ ഷയാൻ്റെ കാര്യത്തിൽ അതിനൊരു വൈരുദ്ധ്യം ഉണ്ട് അല്ലേ? ഷയാന് ഫുൾ A+ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് +1 518 ഉണ്ടായിരുന്നു. +2 520 518 ഉണ്ടായിരുന്നു. ഗുഡ്. +2 പിന്നെ തീരെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഒരു A+ പോയത് ഇംഗ്ലീഷ് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? ഇപ്പം +2 +1 +2 കൂടി കൂട്ടുന്ന സമയത്ത് പെർസെൻറ്റേജ് 97. മോശമില്ല, കുഴപ്പമില്ല. ഫുൾ A+ ഇല്ല എന്നുള്ളൂ, ചെറിയ മാർക്കിനായിരിക്കും ഫുൾ A+ പോയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഫുൾ A+ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പബ്ലിക്കലി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ഫുൾ A+കളുടെ പിറകെ പറയുന്ന ഒരു സംഭവമുണ്ട്, ഫുൾ A+ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫുൾ A+ ഇല്ലെങ്കിലും ഷയാൻ നാളെ പോകാനിരിക്കുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നല്ല, ഉറപ്പായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അറ്റ്ലീസ്റ്റ് കയറാനുള്ള മാർക്ക് ഇപ്പോൾ ഷയാനുണ്ട്, കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പബ്ലിക് എക്സാമിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? പബ്ലിക് എക്സാം +1 ആക്ച്വലി കുറച്ച് നോക്കിയിരുന്നു. കാരണം എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് എഴുതുന്ന പബ്ലിക് എക്സാം ആണ്. ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് ഞങ്ങൾ ഏകദേശം എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ടാണ് അത്യാവശ്യം നല്ല റിഗറസ് ആയിട്ടാണ് ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. നല്ല ഡീപ്പായിരുന്നു പഠിക്കണതൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഇന്ത്യ കേസിൽ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ അതിൽ മാർക്ക് വേണമെന്നുള്ളൊരു വാശി. പിന്നെ ഈ +1 എക്സാം +2 ഞങ്ങൾ എന്തായാലും പഠിക്കൂലെന്ന് ഞാൻ തീരുമാനിച്ച. പബ്ലിക് എക്സാമിന് ഇത് മാർക്ക് വാങ്ങിയിട്ടുണ്ട്, അവിടെ കുറച്ച് എൻട്രൻസ് മാത്രം ഫോക്കസ് ചെയ്യാൻ. +2 ഞാനിത് ഈ പരിപാടിയെ നോക്കൂലെന്ന് ഞാൻ മൊത്തം പരിപാടി ഒന്നും നോക്കൂലെന്നാ? ബോർഡ് എക്സാമിന് ലാംഗ്വേജ് അങ്ങനത്തെ ഒന്നും അതിമൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യില്ലാന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അപ്പൊ +1 എന്തായാലും എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പെർസെന്റേജ് ബോർഡ് എക്സാമിൽ വേണമല്ലോ, അതിനുവേണ്ടി +1 അത്യാവശ്യം പഠിച്ചിരുന്നു. ഞാൻ അതിനിടെ കൂടി കയറിയിട്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പം ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വന്നു, ഇവിടെ കുറേ അധികം പദ്ധതികളുണ്ട് നമുക്കിപ്പം, ലൈക്ക് ഡെയിലി ഹണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മിഷൻ NCERT അതുപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്, അല്ലെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെയാണ് സ്വാധീനിച്ചത്? ആ സിസ്റ്റം എന്തൊക്കെയായിരുന്നു ബ്രീഫായിട്ടൊന്ന് പറയാൻ പറഞ്ഞാൽ? സിസ്റ്റം എന്ന് പറയുന്നത്
വർക്ക് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈമിൽ കിട്ടേണ്ട സാധനങ്ങളുണ്ട്. അത് കറക്റ്റ് ടൈമിന് കിട്ടുമ്പോൾ അതാണ് നമ്മളെ വർക്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യണം. അതിൽ ഇവിടെ എനിക്ക് തോന്നിയത് കാരണം ഏകദേശം എല്ലാ സംഭവങ്ങളും ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഡെയിലി ഹണ്ട് ആണെങ്കിലും ഇപ്പോൾ മിഷൻ NCERT ഒക്കെ നല്ല ഒരു രസമുള്ള പരിപാടിയാണ്. ഒരു ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും ഒരു. അതുകൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ നല്ല ഡീപ്പായി മിഷൻ NCERT ഇപ്പോൾ ബയോളജിയിലാണ് മിഷൻ NCERT ഉണ്ടാവുക. ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? ഐ മീൻ എന്നെ തോൽപ്പിച്ചിട്ടുണ്ടോ ചോദ്യം ചോദിച്ചിട്ട്? ഉണ്ട്. അങ്ങനെ ഒരു രംഗം പറയുകയാണെങ്കിൽ അതിന് എനിക്ക് ഇന്നെ തോൽപ്പിക്കണതല്ല, ഞാൻ ചോദിക്കണ വേറെ ആർക്കും കിട്ടാതെ എന്റെ സന്തോഷം. നല്ല ചോദ്യങ്ങൾ കൊണ്ടുവരിക, അവിടെ സന്തോഷം. ഒരു ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ക്രൂരനല്ലേ അതിനെ വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കണ കിട്ടാതെ ഒരു സന്തോഷം ഉണ്ടാവേ. അത് എനിക്ക് മാത്രല്ല ബൽക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർ പറയും, സ്വന്തം സന്തോഷം പറയും. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നമ്മൾ നല്ല ഡീപ്പായിരുന്നു തന്നെ വായിക്കുക ചാപ്റ്റർ. അപ്പോൾ പിന്നെ അത്ര രീതിയിൽ പഠിച്ചാൽ നമ്മൾ കാണാത്തൊരു പോയിന്റ് ഒന്നും പിന്നെ ആ ചാപ്റ്റർ ഒന്ന് കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര രസമായിരിക്കും പിന്നെ അതിന്റെ എക്സാം ഒക്കെ എഴുതാനായിട്ട്. നല്ല രസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പദ്ധതി പറഞ്ഞ സമയത്ത് ചാപ്റ്റർ ഷൂട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ മാറ്റിയത് എന്താ? ഡെയിലി ഹണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് മിഷൻ NCERT ചെയ്യുന്നു. പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആയതെന്ന് പറഞ്ഞാൽ ഡെയിലി ഹണ്ട് തന്നെയാണ്. ഡെയിലി ഹണ്ട് പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഷൂട്ട് അതിൽ കൂടുതൽ ഡെയിലി ഹണ്ട് തന്നെയാണ്. കാരണം ഡെയിലി നമ്മളൊരു ഇത്ര നമ്പർ ഓഫ് ഡെയിലി ഹണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഡെയിലി ചെയ്യുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് അല്ലേ. എത്ര ക്വസ്റ്റ്യൻ ഒക്കെ ഓൺ ആവറേജ് ആയിട്ട് എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ചെയ്യുമായിരുന്നു? എത്ര ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പറൊക്കെ പറയുകയാണെങ്കിൽ പറയട്ടെ. അതെ, ഒരു ഓക്കെ ഡേ അങ്ങനത്തെ ഒരു ഡേയിൽ ഒരു ആവറേജ് വന്നിട്ട് 300 ഒക്കെയാണ്. 300 ഓക്കെ. പക്ഷെ ഒരു ജെയിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ അതിലൊരു പീക്കിൽ എത്തിയിരുന്നു. കാരണം ആ ടൈമിൽ ബയോളജി കുറച്ചൊന്ന് ലൂസാക്കി ഫുള്ള് ക്വസ്റ്റ്യൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു 500-600 വരെയൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ബഹാവുദ്ദീൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ? ബഹാവുദ്ദീന് കുറച്ച് ഇല്ലേ നമ്മൾ കുറച്ച് അധികം കണക്റ്റഡ് ആയി നിന്ന ആൾക്കാരല്ലേ. ബഹാവുദ്ദീന് കുറച്ച് ഇടയ്ക്ക് ഒരു കുറേ ചിന്തിക്കുക, അതിനപ്പുറത്തേക്ക് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു പോവുക. എന്തിലാണെങ്കിലും അതിപ്പം പ്രോബ്ലം ചെയ്യുന്നതിലാണെങ്കിൽ പോലും അത് ആടി കയറി ചിന്തിക്കുക എന്നൊക്കെയുള്ള ഒരു സമയം. ആ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നേ? ഞാനിത് എന്തിനാ പറയാനൊരു ലക്ഷ്യമുണ്ട്. കാരണം ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെയൊക്കെ കുറേ പിന്നെ മാനസികമായിട്ടും അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ മെഡിക്കലി ഒക്കെ വരാം. ആ സമയത്ത് എങ്ങനെ എനിക്ക് ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നേ? ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ടൈമർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തു. പിന്നെ ഓരോ ഹവറിനും ഓരോ പ്ലാൻ വെക്കാം. സാധാരണ യൂസ് ഒരു ഡേ പ്ലാൻ വെക്കാം. ഒരു ഡേ പ്ലാൻ വെക്കുമ്പോൾ ആ ഡേ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഓരോ ഹവറിൽ പ്ലാൻ വെക്കാൻ പറ്റും. അങ്ങനെ ഒരു 2-20 ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി റെഡി. പക്ഷെ അത് ലാസ്റ്റ് ഡേ ഇതിൻ്റെ ലാസ്റ്റ് മന്തിന് അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ജയിൽ എത്ര മാർക്ക് വന്നു അവസാനത്തിലേക്ക് എത്തിയപ്പോൾ? എത്ര പെർസെൻറ്റേജ് വന്നു? 97.4. ചോദ്യം, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് കിട്ടൊരു സമയം എപ്പോഴാണ്? എനിക്ക് കിട്ടണം അല്ലെങ്കിൽ പീക്ക് ലെവൽ ഹാർഡ് വർക്ക് കിട്ടത് ഏത് സമയത്തായിരുന്നു? നീറ്റിൻ്റെയും റീനീറ്റിൻ്റെയും ഇടയിലായിരുന്നു. നല്ല കിടലനായിട്ട് വർക്ക് ചെയ്തു, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. അന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ? 100+. ഈ ബഹൗദ്ദീൻ്റെ കേസിൽ ഒരു ഈ നമ്പറിലൊരു മാറ്റമുണ്ട്. ബഹൗദ്ദീൻ എനിക്ക് തോന്നുന്നു 50ൻ്റെ താഴെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മൾ സംസാരിച്ച് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ കൂട്ടിയതൊക്കെ ഭയങ്കര അല്ലേ? പേഴ്സണലി ഇങ്ങനെ കണ്ട് കൂട്ടി ഞാനിപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ട ബഹൗദ്ദീനായിരിക്കും. നല്ല സന്തോഷം ഉണ്ടല്ലോ അതുകൊണ്ട്. എനിക്ക് സന്തോഷമായി ഏതായാലും. അപ്പം എനിവേ അത്ര ക്വസ്റ്റ്യനൊക്കെ ഒരു 100+ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ല അല്ലേ? ദാഹിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പോൾ +1 +2 അല്ലേ? +1 വന്നു. ആ വന്നിടത്തുനിന്ന് ഇപ്പം ഇരിക്കുന്ന സമയത്ത് നീറ്റ് അച്ചീവ് ചെയ്ത ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്ത, നേരത്തെ ചോദിച്ചതുപോലെ നന്നായി വർക്ക് ചെയ്തിരുന്ന സമയം എങ്ങനെയായിരുന്നു? അപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് +1 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. ഒബ്വിയസ്ലി റിവൈസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സിസ്റ്റം എന്തായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ +1 ഫോക്കസ് ചെയ്തിട്ടുണ്ട്. +2 ഫോക്കസ് ചെയ്തിട്ടുണ്ട് +2 പഠിക്കുന്ന സമയത്ത്. ബഹൗദ്ദീനെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ടാലൻറ്റ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കാലങ്ങളായിട്ടുള്ളൊരു ചർച്ചയാണ്.
പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ടാലൻ്റ് ഉള്ളവരാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. എത്രത്തോളം ടാലൻറ്റിന് ഒരു പ്രാതിനിധ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്? ബെസ്റ്റ് എക്സാമ്പിൾ ഞാനെന്ന് പറയുന്നത് 8ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷനിൽ ചേർന്ന് ഫൗണ്ടേഷൻ നല്ലോണം പഠിച്ച് ഒളിമ്പിയാഡൊക്കെ പഠിച്ച് മാത്സ് നല്ലോണം പഠിച്ചിട്ടാണ് എനിക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ചവിട്ടി ചെയ്തിട്ട് എന്നെ കാട്ടിൽ കയറി പോയ കുറേ ആൾക്കാർ. ടാലൻ്റല്ല, ഹാർഡ് വർക്കാണ് മെയിൻ. ഹാർഡ് വർക്ക്, ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്ന ഹാർഡ് വർക്ക് അല്ലേ? അത് ഓരോരുത്തർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ അതുവരെ വെയിറ്റ് ചെയ്ത് അതുവരെ കഴിയുന്ന പോലെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എപ്പോഴും ഫെയിൽ ആവലാണ്. അവസാനമൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ കഴിയും. എങ്ങനെയാ ഈ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിലേക്ക് വരുന്നൊരു സമയമൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്തത്? ഇന്ന് ഇൻറ്റൻസീവായി ട്രെയിനിങ് തുടങ്ങിയത് ആക്ച്വലി ബ്യൂറോ ബാച്ച് തുടങ്ങിയപ്പോഴാണ്. ഈ ബ്യൂറോ ബാച്ച് ഒന്നും കൂടി ഐസൊലേറ്റ് ചെയ്ത് കുറച്ചും കൂടി കൂടുതൽ സംഭവങ്ങൾ തരാൻ തുടങ്ങി. ഇപ്പോൾ മിഷൻ 300 ഉള്ളത് മിഷൻ 400 ആക്കുക, അതൊരു ചാപ്റ്ററിൽ 2 ചാപ്റ്റർ തരിക, അതിൻ്റെ ഇടയിൽ വേറെ മിഷൻ NCERT വേറെ പറയാം, ചാപ്റ്റർ ഷൂട്ട് അങ്ങനെ പറയാം, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഡെയിലി ഹണ്ട് വേറെ കൊണ്ടുപോകണം. അങ്ങനെ ഒരു എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള വർക്ക് തരുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതൊരിക്കലും കഴിയൂല, അത് ഇത്രയും ചാപ്റ്റർ ഒപ്പം തീർക്കുക, ഡെയിലി ഹണ്ട് ഇങ്ങനെ ചെയ്യുക, അതൊന്നും കഴിയൂല. കാരണം നമ്മൾ അത്രയും ചെയ്തെന്ന് നമ്മളൊരു ഇത് വെച്ച് കഴിയില്ലാന്നായിരുന്നു. പക്ഷേ അതിങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് മുന്നേ കഴിയുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. കഴിയാത്തൊരു സാധനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുന്നല്ലിനേക്കാളും ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ചെയ്ത് വന്നപ്പോൾ അവസാനമായപ്പോൾ ഈ കുറച്ച് മുന്നേ ഇങ്ങനെ ആലോചിച്ചാൽ ആ ചെയ്തിരുന്നൊന്നൊരു വിഷയമല്ലാതായി തോന്നും. ഇപ്പോൾ ഷയാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് വന്ന ആളല്ലേ, ഒരു എന്താ പറയുക, ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നു, ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു, ഒരു 3 മാസത്തോളം ബ്രേക്ക് എടുത്തു. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് ചോദിക്കുന്നത് വെച്ചാൽ, പല കുട്ടികൾക്കും ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് അവർ ഇന്നെ കൊണ്ട് പറ്റൂല, ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മാർക്ക് കുറയാം എന്നുള്ള ഒരു എന്താ പറയുക മുൻവിധിയോട് കൂടിയൊക്കെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആ സമയം എങ്ങനെയായിരുന്നു, ആ സമയത്തിന് എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ളതാണ്. ആ സമയം ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈം തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ കേസിൽ എൻ്റെ പാരൻസ്, എൻ്റെ ഫാമിലി, മൊത്തം ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ്, അങ്ങനെ മൊത്തം ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കസിൻസ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കസിൻസിന്റെ സപ്പോർട്ടൊക്കെ എനിക്ക് അറിയുന്നതാ. അതുകൊണ്ട് തന്നെയാണ് അതിന് കരകയറാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കണം. കാരണം എനിക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കുന്നു. കാരണം അതൊരു നല്ലൊരു കാരണം തന്നെയാണ്, ഞാൻ നിർത്താൻ പറ്റിയൊരു കാരണം തന്നെയായിരുന്നു. അത്യാവശ്യം 3 മാസം എന്ന് പറഞ്ഞ് നല്ലൊരു ബ്രേക്ക് കിട്ടി. പിന്നെ ബാക്ക് ടു സ്റ്റഡീസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതും +1 ഇനീഷ്യൽ ഫേസ്, +1 ബോർഡ് എക്സാമിന്റെ ഒരു കുറച്ച് മുന്നേ ആ ഒരു ടൈമില്. പക്ഷെ ഞാൻ ആലോചിച്ചത് ഇത് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് എക്സ്ക്യൂസ് കണ്ടെത്തി അങ്ങനെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം അങ്ങനെ പോകുന്നത് അതിന്റെ പാരന്റ്സും അതിന് സപ്പോർട്ടല്ല. എന്റെ പാരന്റ്സും അങ്ങനെ തന്നെയാണ് വളർത്തിയിട്ടില്ല. അങ്ങനെ ഒരു എന്തുണ്ടെങ്കിലും ഡിഫെൻഡ് ചെയ്യുക, നമ്മളെ ഭാഗത്തൊരു തെറ്റുമില്ല, അത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ആവാം, അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും നമ്മളെ മാക്സിമം ചെയ്യണം. നമ്മൾ മാക്സിമം ചെയ്തിട്ട് കിട്ടുന്നത് കിട്ടും. അപ്പം അല്ലാതെ നമ്മളിങ്ങനെ അത് കിട്ടാത്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയുന്നതിന് പകരം ആ കാരണത്തിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയെന്നുള്ളതാണ്. പണിയെടുത്തുന്നുള്ളതല്ലേ? ഏതാ വേൾഡ് കപ്പ് ഒക്കെ വരികയാണ്, ഇപ്പം റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. കളി കാണുന്നുണ്ടോ? ഏതാ ടീം? ബ്രസീലിന്റെ ടീമാണ് അല്ലേ? നമ്മള് ശരിയാ. ഇപ്പൊ ഇടയ്ക്ക് റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോ ആണ്. നെയ്മർ ഒന്നും അല്ല അല്ലേ? അല്ല, അങ്ങനെ സമ്മതം ഉണ്ട്. അങ്ങനെ ഓക്കെ, ശരി. ഷമിലേക്ക് വരുന്ന സമയത്ത് ജെയ് കുറച്ചും കൂടി നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണേണ്ട സാധനമാണ്. നമ്മളൊരു +1 +2 പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത്, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? അത് ഞാൻ ഒരു ഇൻഡ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇതിലാണെങ്കിൽ കോഡ് ബ്ലൂ മെറ്റീരിയൽ ഉണ്ടാവാം, ചിലപ്പം കുറേ ഔട്ട് ഓഫ് സിലബസ് പറയുന്ന കാര്യങ്ങളുണ്ടാവും, NCERT ഉണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മക്കൾക്ക് തോന്നിയൊരു കാര്യം എന്താണ്? മെയിൻസിന് വല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസ് ഒന്നുമില്ല. അഡ്വാൻസിനുണ്ട്, മെയിൻസിന് വല്ലാണ്ട് ഔട്ട് ഓഫ് സിലബസ് ഒന്നുമില്ല. +1 നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ഒരു കീം ലെവലല്ല, നീറ്റ് ലെവൽ ചെയ്താൽ മതി. ഒരു നീറ്റ് ജെയ് ലെവൽ തന്നെ, ജെയ് ഫേസ് ലെവൽ. ഞാൻ +2 മാത്രമാണ് ജെയ് ലെവൽ ചെയ്തിട്ടുള്ളൂ. ഒരു +1 ഡിസംബറിലാണ് ഞാൻ ജെയിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. +1 ഡിസംബറിൽ, അതായത് ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഡിസംബറിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്.
അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു തുടങ്ങി, മീൻസ് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ തുടങ്ങി. അതുവരെ കീം ലെവൽ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ ദെൻ അപ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി സ്പെസിഫിക് ആക്കുകയാണ്, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഒബ്വിയസ്ലി തിയറി പഠിക്കുക കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സ് മാത്സും ജസ്റ്റ് വായിക്കുക, ഇക്വേഷൻസ് നല്ലോണം ബൈഹാർട്ട് ചെയ്യുക. ഫിസിക്സ് ആകുമ്പോൾ കൺസെപ്റ്റും കൂടി ഒന്ന് വായിച്ചിട്ട് ചില ചാപ്റ്റർ മാത്രം മോഡേൺ ഫിസിക്സ് ഒക്കെ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ കെമിസ്ട്രി അങ്ങനെയല്ല. ജെയിൽ വരുമ്പോൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നല്ലോണം പഠിക്കണം, റീഡ് ചെയ്യണം, വായിക്കണം അല്ലേ? വായിക്കണം. NCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്. NCERT ലൈൻ ത്രൂ പോകണം, പ്രോബ്ലം ചെയ്യണം അല്ലേ? പ്രത്യേകിച്ച് കുറച്ച് കുട്ടികളൊക്കെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് എക്സസൈസുകളൊക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? എക്സസൈസുകളാണെന്ന് പറയില്ല, പക്ഷെ അതിൽ ഓരോ ബ്രാക്കറ്റും ചെറിയ ബ്രാക്കറ്റും ശ്രദ്ധിക്കും. കാരണം JEE-മെയിൻസിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കാണാത്ത DNF ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ആ, ഇതുവരെ ചോദിക്കാത്ത പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ആ ബോക്സിൽ നിന്നൊക്കെ എടുത്തിട്ട് പേര് പോലും നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല, ക്ലാസ്സിൽ നിന്ന് അല്ലാണ്ട് ശ്രദ്ധിക്കാതെ അതൊക്കെ വരും. അപ്പം അങ്ങനെ കുറച്ചുകൂടി NCERT-നെ കുറച്ചുകൂടി ടച്ച് ചെയ്ത് നിൽക്കണം അല്ലേ? ഇക്കൊല്ലം കുറച്ചും കൂടി ഇനോർഗാനിക്കിന് സാധാരണ പ്രാധാന്യം ഇല്ലേ JEE-മെയിൻസിൽ, ഇക്കൊല്ലം ഇനോർഗാനിക്കിന് കുറച്ചും കൂടി പ്രാധാന്യം കൂടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിഹാലെ, എന്നോട് കുറച്ചും കൂടി ടാർഗറ്റ് ഉള്ള ക്വസ്റ്റ്യനാണ്. എഴുതിയ എല്ലാ എൻട്രൻസ് എക്സാമും ക്രാക്ക് ചെയ്തു. എന്തായി നീറ്റ് ബാച്ചിൽ വന്നൊരു കുട്ടി കീം ക്രാക്ക് ചെയ്യുന്നു, ഗുസാറ്റ് ക്രാക്ക് ചെയ്യുന്നു, മെയിൻസ് അഡ്വാൻസ് എല്ലാം ക്രാക്ക് ചെയ്യുന്നു. നോക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഒരു ലെഗസി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ, എൻട്രൻസ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പാറ്റേൺ എല്ലാം സെയിം ആണോ? ഇതിൻ്റെ ബേസ് തന്നെ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ NCERT തന്നെ തുടങ്ങേണ്ടത്. NCERT ഫുള്ള് കവർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം മെയിൻസ് ആയാലും നീറ്റ് ആയാലും ഈവൻ അഡ്വാൻസ് ആയാലും ഇതിൻ്റെ ഡയറക്റ്റ് ലൈനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റും അസേഷൻ റീസണും ഒക്കെ വരുന്നത്. സോ ബേസ് ആയിട്ട് ഒരു +1 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായിട്ടും NCERT ഫുള്ള് കവർ ചെയ്യാൻ നോക്കാം. ഈവൻ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഈവൻ ഇതും ഫിസിക്കൽ വരെ ഞാൻ പറയും. അതിൽ ചില കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, ഈവൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ പറ്റിയ കുറെ പോയിന്റ്സ് നമ്മൾ കാണില്ലുണ്ട്. വരില്ല എന്നുള്ളൂ, ചിലപ്പോൾ വന്നാൽ കിട്ടാമെന്നുള്ളൂ. അപ്പം ഈവൻ ബേസ് ആയിട്ട് NCERT തന്നെ തുടങ്ങുക, ഫുള്ള് കവർ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് ലെവലാക്കി തുടങ്ങാം. JEE-മെയിൻസിന് മുമ്പൊക്കെ ആകുമ്പോൾ ഏകദേശം മുമ്പത്തെ എല്ലാ JEE-മെയിൻസ് ഒക്കെ എപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇതൊക്കെ കൂട്ടേണ്ടത്, ക്വാളിറ്റി ഒക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സമയം പറയാം? ഐ തിങ്ക് ഇനീഷ്യൽ 3 മാസം കഴിയുമ്പോൾ അപ്പ് ചെയ്യാനുള്ളത് തന്നെയാണ്, ചെറുതായിട്ട് ഇങ്ങനെ അപ്പ് ചെയ്ത് വരാന്നുള്ളത്. പിന്നെ മെയിൻസിന്റെ ഒരു 3 മാസം മുമ്പ് തന്നെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു തുടങ്ങാൻ തന്നെയാണ് JEE-മെയിൻസിന്റെ ഒക്കെ പറയുമ്പോൾ. പിന്നെ നീറ്റ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏകദേശം ആ ലെവൽക്ക് ഇങ്ങനെ കയറി വരികയാണ്. മെയിൻസിന്റെ കഴിഞ്ഞിട്ടാണല്ലോ നീറ്റ്. സോ ഒബ്വിയസ്ലി അങ്ങോട്ടൊക്കെ എത്തിക്കോളും. നീറ്റ് കുറച്ചും കൂടി ടൈം ഉണ്ടല്ലോ ഫസ്റ്റ് സെക്ഷൻ ഒക്കെ നോക്കുമ്പോൾ JEE-മെയിൻസ് ആയിട്ട്. അപ്പം ക്വസ്റ്റ്യൻസ് മെല്ലെ ലെവലോട്ടി വരാൻ തന്നെയാണ്. ഫസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്താണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയാണ്. ഇതിന്റെ എല്ലാ എൻട്രൻസ് എക്സാമിന്റെയും പാറ്റേണോ അതിന്റെ ഒരു മാനിഫെസ്റ്റോയോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? ഏകദേശം ഒക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ എലുമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ NCERT ചെയ്തതിൻ്റെ ഒരു ഇതെടുക്കുന്നു, കുറേ ന്യൂമറിക്കൽസ് കണ്ടതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് റെഡിനെസ് ഒക്കെ വരുന്നു. ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ചിലപ്പോൾ ചെയ്യാൻ കഴിയും. അത് ഈവൻ പ്രാക്ടീസ് തന്നെയാണ് മെയിൻ ആയിട്ട്. നമ്മൾ ഇവിടെ എത്ര എക്സാം ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ ദിവസം തന്നെ 2-3 എക്സാം. പറഞ്ഞോളൂ ബാക്കി. ഓരോ ദിവസം വന്നാൽ ഇപ്പം ഇവിടെ മാരത്തോൺ ഒക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു ദിവസം തന്നെ 3 എക്സാം ഒക്കെ രാവിലെ ഭയങ്കര ടൈം ഇന്റർവെൽ കൊടുത്ത് എക്സാം ഇടയ്ക്കിടയ്ക്ക് എക്സാം ചെയ്താണ്. സോ നമുക്ക് അതിന്റെ ഒരു ഫ്ലോവും അതിന്റെ ഒരു നാക്ക് എന്നൊക്കെ പറയല്ലോ, അത് കറക്റ്റ് കിട്ടും. ഞാൻ അതാ പറഞ്ഞ നാക്ക് കറക്റ്റ് കിട്ടും, എൻട്രൻസിന്റെ ഒരു നാക്ക്. അപ്പൊ MCQ ഒക്കെ വരുമ്പം അറിയില്ലെങ്കിലും അവിടെ നിന്നൊക്കെ എടുത്താണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണ മാതിരിയാണ്. ഇപ്പം അറിയാത്ത ഇതുവരെ കേൾക്കാത്ത ടോപ്പിക് ആണെങ്കിലും ഇപ്പം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കെമിസ്ട്രി ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ്. ബയോളജി ആണെങ്കിൽ ചിലപ്പം ഫിസിക്സ് ഒക്കെ അപ്ലൈ ചെയ്താണ്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ എത്തിക്കൂല ആൻസറിലേക്ക്. അവസാനം അതിന്റെ നാക്ക് വരുമ്പം അവിടെ എത്തും. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ നീറ്റ് എക്സാമിന്റെ JEE നീറ്റ് എക്സാമിന്റെ തലേ ദിവസം ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്തായിരുന്നു അറിയോ? എന്തായിരിക്കും? മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. എക്സാം ടഫർ ആവണം എന്നുള്ള, എക്സാം ഭയങ്കര കഠിനമായ എക്സാം വരണം. അതിനൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് ഏറ്റവും നന്നായി ടഫർ എക്സാം വന്നിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എസ്പെഷ്യലി ഞാൻ എൻ്റെ അടുത്ത് എക്സാം ടൈറ്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് ബഹാവുദ്ദീനൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക്
എൻ്റെ അടുത്ത് ഡോക്ടർ ആസിഫ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എക്സാം ടഫറാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു എന്നാൽ നമ്മുടെ കുട്ടികൾ അത് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. എങ്ങനെയാ ഈ നമ്മുടെ ഒരു ശൈലിയും കാര്യങ്ങളും ഈ ടഫർ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് 2025 വന്നൊരു പാറ്റേണിന് സമാനമായ പാറ്റേൺ 2026 റീനീറ്റിൽ ആവർത്തിച്ചു. അതിന് നമ്മുടെ ഒരു നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി എങ്ങനെയൊക്കെ സഹായിച്ചു? ഡോപ്പിന്റെ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത്, അതിൽ കുറേ ബാരിയേഴ്സ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വരുന്നപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുത്തെ ഫോർമുല ചെയ്യാം, അതുപോലെ തന്നെ NCERT ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ എന്നിട്ട് വരുന്ന നമുക്ക് എക്സാംസ് വരും, അതിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പെർഫോം ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും, കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ടീം ഉണ്ടാവുക. അടുത്തൊരു ടീമായിട്ട് ബ്യൂറോ ഉണ്ടാവും. അവിടെ ബ്യൂറോന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് എക്സാംസും കാണും, പക്ഷെ ടോപ്പിക് വൈസ് ആയിട്ട് എക്സാംസ് കാണും. നമുക്ക് ഒരുപാട് ഡയറക്ടർമാരുടെ അടുത്ത് നിന്ന് ഒരുപാട് മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഈ ബ്യൂറോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞാൽ ബോർഡ് എക്സാം വന്ന് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ജെയിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് ഹൈ ലെവൽ പ്രോബ്ലംസും മെയിൻസിന്റെ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അവിടുന്ന് ഏറ്റവും നമ്മൾ പറയാം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയാം. അപ്പം അവിടുന്ന് നല്ല മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 കൊമ്പന്മാരുണ്ടാവും അല്ലെ? നമ്മുടെ ടീമിൽ 21 പേരായിരുന്നു അല്ലെ? 21 കൊമ്പന്മാര്. അവിടുന്ന് നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷെ ഓരോ ഘട്ടത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ഉള്ള ചാൻസ് ഇങ്ങനെ കൂടി വരാം. അപ്പം എന്ന് വെച്ചാല് നമ്മൾ ഏത് ലെവലാണ് നമ്മൾ കൂടി കയറി വരേണ്ടതെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ കിട്ടണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് മൈക്രോ ബാച്ചിൽ അവിടെ മൈക്രോ ബാച്ചിൽ എടുത്ത് കഴിയുമ്പോ പിന്നെ നമുക്ക് എക്സാംസിന് എത്ര എണ്ണം നടന്നതെന്ന് എണ്ണാൻ പറ്റില്ല. ഒരു ദിവസം 5-6 എക്സാംസ് ഒക്കെ കിടക്കാം, മാരത്തോൺ എക്സാംസ് ആയാലും അങ്ങനെ വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് ഉണ്ടായിട്ടും ഇല്ലാതിരുന്നിട്ടും എങ്ങനെ ആ സമയമൊക്കെ കുറെ അല്ലേ? നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ക്ലോക്ക്. ഷംന മാം ഒക്കെ അല്ലേ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാംസ് ഒക്കെ പാട്ടൊക്കെ വെച്ചിട്ട് എക്സാം എടുത്തും. കാരണം എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നടത്തിയത്? നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആക്കാണ് നമ്മൾ, എന്നാലും നമ്മൾ ട്രെയിൻ ആവുള്ളൂ. ഇതിപ്പോ നമ്മൾ ചെയ്ത് വരുമ്പോഴും നമ്മളെ ഇമ്പ്രൂവ്മെന്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷെ ഒരു പോയിന്റിൽ അത് അങ്ങനെ കൂടുതൽ എക്സ്പോണൻഷ്യലി അങ്ങ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റേഴ്സിന്റെ കൂടെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ആയിട്ടുള്ള വേറൊരു ഫീൽഡിലേക്ക് വരും. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പൊ അതിനോട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാ പറയാൻ വേണ്ടി പറ്റുക? ഷുവർ, പാരന്റ്സ്. എപ്പോഴും എന്നോട് പറഞ്ഞ കാര്യം വെച്ചാല് മാർക്കൊക്കെ പറയുമ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കും. ഓല് പറയുന്നത് എന്താ വെച്ചാല് മാർക്ക് പറഞ്ഞാൽ ചീത്ത പറയാനൊന്നും പോകുന്നില്ല, എനിക്ക് പറ്റുന്ന വഴി ട്രൈ ചെയ്യും. എവിടെ വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് അവിടെ വെച്ച് കാണാൻ. ആരാ ഏറ്റവും കൂടുതൽ? ഉമ്മ അപ്പ എന്ന് പറയുമ്പോ എങ്ങനെയാ ഇമോഷണലി കുറച്ചുകൂടി ബോണ്ടൊക്കെ ആരായിട്ടാ? എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര അടിയിലൊക്കെ വരുന്ന സമയത്ത് എന്താ അവര് പറയാ? ഇപ്പോഴത്തെ നോക്കണ്ട വെച്ചാല് എവിടെ നമുക്ക് വീട്ടിന്റെ തലേന്ന് വരെ നമുക്ക് ഇമ്പ്രൂവ് ആവുന്ന ഒരു ചാൻസ് ഉണ്ട്. അതുവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ട്വിൻ സിസ്റ്ററോടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു അവളുമായിട്ടൊക്കെ ഉള്ള ഒരു ബോണ്ട്? എങ്ങനെയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതൊക്കെ വരുന്ന സമയത്ത് മാർക്ക് കുറയുമ്പോൾ സപ്പോർട്ട് ചെയ്യായിരുന്നു അതോ ഇടിയായിരുന്നു എപ്പോഴും? ഒന്നും പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിറ കണ്ണുകളോടെ കണ്ണുകൾ തമ്മിൽ എന്തായിരുന്നു? അങ്ങനെയല്ല, മാർക്ക് പറയുന്നതാണ് നമുക്ക് അവിടെ. എന്റെ ഒരു പോളിസി എന്താ വെച്ചാല് മാർക്ക് പറയുന്ന പാരന്റ്സിനോട് പറയാം. അതല്ലാതുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പറഞ്ഞ് നടക്കാതെ നമ്മളെ തന്നെ സപ്രൈസ് ചെയ്ത് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൂടെ കുറച്ചും കൂടി സ്ട്രോങ് ആവും ഇമോഷണലി. ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് അതുപോലുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഡൗൺ ആവുന്ന സമയത്തോ കാര്യങ്ങൾ നമ്മൾ എന്നോടൊക്കെ ഫസ്റ്റ് ലാൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടൊന്നുമില്ല, മിസ് ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കലാ കാര്യം. നമുക്ക് സംസാരിക്കാനും ആൾക്കാരുണ്ട്, നമ്മളോട് പറഞ്ഞു തരാനും ആൾക്കാരുണ്ട്. ആരായിരുന്നു മൈക്രോ ബാച്ചിന്റെ ഒക്കെ ഇൻചാർജ്? നമ്മള് പിന്നെ ഓൾവേസ് ഉണ്ടല്ലോ, ബാക്കി പറഞ്ഞാൽ മതി. ഷംനാമായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു ഓവറോൾ മൈൻഡ് സെറ്റ് എങ്ങനെയാന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റുക? അത് മൈൻഡ് സെറ്റ് കൺസിസ്റ്റന്റ് ആവണം. അതിന് നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആവുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വിനോദത്തിന് എന്നുള്ളത് ഞാൻ പറയില്ല, നമ്മൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി പഠിക്കാന്നുള്ള ഇതിലല്ല, ജസ്റ്റ് നമ്മളൊരു ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ പ്രൊഫഷണൽ ആവാം. എന്ത് സംഭവിച്ചാലും നമ്മൾ പഠിക്കണം.
അല്ലാതെ അത് നമുക്ക് പല പ്രതിസന്ധികൾ വരും, പല സംഭവങ്ങൾ വരും, പല കാര്യങ്ങൾ. ഇവിടെ സ്പോർട്സ്, ആർട്സ് അതിലൊക്കെ പങ്കെടുക്കണം. പക്ഷെ നമ്മളെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്. ഇവിടെ പഠനത്തിന് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ദിവസം സ്പോർട്സ് ആർട്സ്, അതിനു വേണ്ടി ഇങ്ങോട്ട് വരരുത്. അതിന് വേണ്ടി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ബ്രേക്ക് എടുക്കണതൊക്കെ നമ്മളെ പഠനത്തിന് എന്തെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള വർത്താനം, അതിന് വേണ്ടിയുള്ള ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാം. നമ്മൾ പ്രൊഫഷണൽ ആവാം. മെയിൻ സംഭവം ഇതിന് വേണ്ടി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കുറേ ടൈം ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്താൽ നമുക്കൊന്നും കൂടി എഫിഷ്യൻസി ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഷുവർ. അവസാനമായിട്ട് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യുക? അവസാനമായിട്ട് പറയാനുള്ളത്, എക്സാംസ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് 24 നല്ല ഈസി. നീറ്റിന്റെ കാര്യത്തിലാണ്, ഇനി ജെഇ മെയിൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം അങ്ങനെ 25 അത്യാവശ്യം ഒരു ഇത്, 26 ഫേസ് 1. ഞാൻ ഏത് ഫേസ് 1 അത്യാവശ്യം ഒരു നോർമൽ ജെഇ മെയിൻസ് ലെവല്. പക്ഷേ ഫേസ് 2 ഇതിന്റെ ഷിഫ്റ്റ് വളരെ ഈസി ചെയ്യുന്നു. അപ്പൊ അതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നീറ്റ് ആണെങ്കിലും ഫസ്റ്റ് ക്യാൻസൽ ചെയ്ത പേപ്പർ വളരെ ഈസി ചെയ്യുന്നു. സെക്കൻഡ് പേപ്പർ അത്യാവശ്യം ഒരു 25 എത്തിയില്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെവലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാംസ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്കും അത് തന്നെയാണ് ആവശ്യമുള്ളത്. ഓല് അങ്ങനെ വിചാരിച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ ഉദ്ദേശം. അപ്പോൾ അവർ അൺപ്രഡിക്റ്റബിൾ ആക്കാൻ ഉദ്ദേശിച്ചത് അൺപ്രഡിക്റ്റബിൾ ആവും, ഉറപ്പാണ്. അപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ ആവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈസി പേപ്പർ ആയിരിക്കും, അതിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം, ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതുകൊണ്ട് ഞാൻ ഈ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് ആ ഒരു ലെവലിൽ പോകുക എന്നുള്ളതല്ലാതെ എന്ത് വന്നാലും റെഡി ആവണം. അതിനിപ്പോൾ ഞങ്ങൾക്ക് സാറ് പറഞ്ഞ സ്ലോഗൻ തന്നെയാണ്. ഒരു 25 എക്സാം കഴിഞ്ഞപ്പോൾ 26 അത്യാവശ്യം ടഫർ പേപ്പർ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന സ്ലോഗനാണ് ടഫർ എക്സാം ടഫർ പ്രിപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.